വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു റിപ്പോർട്ടറിന്റെ ബിഗ് ബ്രേക്കിംഗിലേക്കാണ്. വിവിധ ജില്ലാ കമ്മിറ്റികളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം കടുത്തുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ശ്രമിക്കുന്നു. എന്തായിരിക്കും സാധ്യതയുള്ളതെന്ന് ആലോചിക്കുന്നു. അതിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. രൂക്ഷമായ വാക്തർക്കമാണ് CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. അപ്പോൾ ചിലർ ചോദിക്കും, നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നോ? നമ്മൾ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടല്ലല്ലോ എല്ലാ വാർത്തകളും കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ സംഭവിച്ചത്? തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി ആരോപണമുന്നയിച്ചു. മുതലാളിയുടെ പേര് പറയണമെന്ന് മേൽക്കമ്മിറ്റി പ്രതിനിധി M സുരാജ് ശഠിച്ചു. ഇതിന് പിന്നാലെ ഹരിയുടെ വിശദീകരണവും തേടിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദവും ഉണ്ടായി. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലെന്ന വിമർശനത്തിന് ജില്ലാ സെക്രട്ടറി നൽകിയ മറുപടിയാണ് തർക്കത്തിനിടയാക്കിയത്. വിമർശനത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച് സെക്രട്ടറി നൽകിയ മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മിനിറ്റ്സ് പരിശോധിച്ച ശേഷം സെക്രട്ടറി തിരുത്തണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സുരാജ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റിയിൽ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനും ഒപ്പം തന്നെ CPM നേതാക്കൾക്കുമെതിരെ ഉണ്ടായത്. ഈ വ്യാപകമായ വിമർശനത്തിന് ജില്ലാ സെക്രട്ടറി V ജോയി മറുപടി പറയുമ്പോഴാണ് ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായത്. അതായത് മുസ്ലിം പ്രീണനം എന്ന തരത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി V ജോയി മറുപടി പറഞ്ഞതിനെ ചോദ്യം ചെയ്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എഴുന്നേറ്റു. അതായത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CAA വിഷയത്തിലും അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡിന്റെ വിഷയത്തിലും പ്രചാരണം നടത്തുമ്പോൾ ആ പ്രചാരണ വേദികളിൽ സമസ്ത അടക്കമുള്ളവരുടെ നേതാക്കന്മാരെ ഇരുത്തിയത് ശരിയായില്ല. അതൊന്നും പിന്തിരിപ്പൻ രാഷ്ട്രീയ സമീപനം പുലർത്തുന്ന ആളുകളെ ഇരുത്തിയത് ശരിയായില്ല. അങ്ങനെ വരുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ചേർന്നതല്ല എന്നാണ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ തെറ്റിദ്ധരിച്ചാണ് ജില്ലാ സെക്രട്ടറി V ജോയി മറുപടി പറഞ്ഞത്. ഈ മറുപടിയെ ചോദ്യം ചെയ്താണ് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ എഴുന്നേറ്റത്. ഒരു തരത്തിലും ഈ മറുപടി അംഗീകരിക്കാൻ കഴിയില്ല, ജില്ലാ സെക്രട്ടറി തിരുത്തിയേ മതിയാകൂ എന്ന് അവർ ശക്തമായ നിലപാടെടുത്തു. മാത്രമല്ല, മിനിറ്റ്സ് ബുക്ക് പരിശോധിച്ച് തങ്ങൾ പറഞ്ഞതെന്താണ് എന്ന കാര്യം ഉറപ്പുവരുത്തണം. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ മേൽക്കമ്മിറ്റി പ്രതിനിധിയായി പങ്കെടുക്കുന്ന M സ്വരാജ് ഇടപെടണം എന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഈ M സ്വരാജ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ അത് ഒരു തരത്തിലും മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട് പ്രീണനം നടക്കുന്നു എന്ന രീതിയിലല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ചേരാത്തതാണെന്ന തരത്തിൽ തന്നെയാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോൾ അത് ഉൾക്കൊണ്ട് മറുപടി പറയണമെന്നാണ് M സ്വരാജ് നിർദ്ദേശിച്ചത്. ഇതേ തുടർന്നാണ് ജില്ലാ സെക്രട്ടറി V ജോയി തന്റെ മറുപടി തിരുത്തി. ഇക്കാര്യത്തിൽ തിരുത്തൽ ശേഷമാണ് ജില്ലാ കമ്മിറ്റിയിലെ വാദപ്രതിവാദങ്ങൾക്ക് ശമനമുണ്ടായത്. ശ്രീജിത്ത്, ഇതിൽ സ്പീക്കർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉണ്ടാവുന്നു. ഒരു ബിസിനസ്സുകാരൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനം ഉണ്ടാവുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ടത്? മന്ത്രിക്കും ഒപ്പം തന്നെ ഈ സ്പീക്കർക്കുമൊക്കെ പാർട്ടി അംഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ബിസിനസ്സുകാരുടെ വീടുകളിൽ ബിസിനസ് ബന്ധമുണ്ടാകുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്. അതിൽ ഒരു ബിസിനസ്സുകാരൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് കരമന ഹരി വിമർശിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാരാണെന്ന് നമുക്ക് പറയേണ്ടത്, കരമന ഹരി പറയാത്ത സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയാനിടയാക്കിയ ഒരു സാഹചര്യം എന്താണ്? അതിനോട് എങ്ങനെയായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം? ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ച തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ കരമന ഹരി സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ അടുക്കളയിൽ വരെ കയറാവുന്ന സ്വാധീനമുള്ള ഒരു തലസ്ഥാനത്തെ മുതലാളിയുണ്ട്. ആ മുതലാളിയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു കരമന ഹരി ആരോപിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെയും രൂക്ഷമായ വിമർശനം കരമന ഹരി ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ആരാണ് ഈ മുതലാളി എന്ന് വ്യക്തമാക്കി തന്നെ ആരോപണം ഉന്നയിക്കണമെന്ന് കരമന ഹരിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യപ്പെട്ടിട്ടും കരമന ഹരി ഈ മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ, ക്ലിഫ് ഹൗസിന്റെ അടുക്കള വരെ സ്വാധീനമുള്ള ഈ മുതലാളി ആരാണെന്ന് വ്യക്തമാക്കാൻ കൂട്ടാക്കിയില്ല. തുടർന്നാണ് കരമന ഹരിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് അടിസ്ഥാനമില്ലാത്ത ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചു? മാത്രമല്ല, തുടർച്ചയായി പാർട്ടിയുടെ കമ്മിറ്റികളിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രവണത ശരിയാകില്ല. അതുകൊണ്ട് ഇതിന്റെ
അതിന്റെ കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കരമന ഹരിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. എന്നാൽ സ്പീക്കർ എൻ ഷംസീറിനെതിരെ ഉയർന്നത് വേറൊരു ആരോപണമാണ്. തലസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ വ്യവസായി യുടെ പേരെടുത്ത് പറഞ്ഞാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചത്. അത് ഒരാൾ മാത്രമല്ല, കരമന ഹരി കൂടാതെ KSKTU നേതാവായ ശശാങ്കനും സമാനമായ ആരോപണം ഉന്നയിച്ചു. ഈ തലസ്ഥാനത്തെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് രംഗത്തെ പ്രമുഖനായ ആളുമായി എൻ ഷംസീറിന് ബിസിനസ് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷംസീറിൻ്റെ ജ്യേഷ്ഠൻ ഈ ബിസിനസ്സിൽ പങ്കാളിയാണ്. മാത്രമല്ല, പാർട്ടിക്കാർ പത്രം ചേർക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു പിരിവുകൾക്കോ ആയി ഈ മുതലാളിയുടെ വീട്ടിലേക്ക് ചെന്നാൽ അവിടേക്ക് കടന്നു കയറാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഷംസീർ അടക്കമുള്ള നേതാക്കൾ കൂടെ പോകുന്നത്, നിരന്തരം പോകുന്നത്? ഇത് എന്ത് തരത്തിലുള്ള ബന്ധമാണ് എന്നാണ് ഈ ശശാങ്കൻ ചോദിച്ചത്. എന്നാൽ കരമന ഹരി മറ്റൊരു ചോദ്യം ഉയർത്തി. ഇത്തരത്തിൽ ആരോപണം ഈ തലസ്ഥാനത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയായ ആൾ ഒരേ സമയം BJPയുടെയും ആളാണ്. അമിത്ഷായുടെ മകൻ ജയ്ഷാ തിരുവനന്തപുരത്ത് വന്നാൽ അദ്ദേഹവുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഈ മുതലാളിയോടെ ഒന്നിച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ ബന്ധമുള്ള ആളുകളുമായി എന്താണ് ഷംസീറിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിനും ഒക്കെയുള്ള ബന്ധം എന്താണ് എന്ന ചോദ്യവും ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. അങ്ങനെ രൂക്ഷമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർന്ന ഒരു കമ്മിറ്റിയാണ് 2 ദിവസമായി തിരുവനന്തപുരത്ത് നടന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് നൽകുന്ന വിവരങ്ങൾ പ്രകാരം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വളരെ കടുത്ത വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം ഉയർന്നു. അതിലൊരു ബിസിനസ്സുകാരൻ്റെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അടുക്കള വരെ കടന്നു ചെല്ലാൻ കഴിയുന്നു ചില നേതാക്കൾക്ക് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. സ്പീക്കർക്കെതിരെയും ഒരു വിമർശനമുണ്ട്. മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ ഒരു ബിസിനസ്സുകാരന് സ്വാധീനമുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി അടക്കമുള്ളവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീജിത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മേൽ കമ്മിറ്റി പ്രതിനിധിയായ M സ്വരാജ് ഏതാണ് ആ നേതാവ്, ഏതാണ് ആ ബിസിനസ്സുകാരൻ പേര് പറയണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കരമന ഹരി പേര് പറയാൻ തയ്യാറായില്ല എന്നാണ് അറിയുന്നത്. ഇതിന് പിന്നാലെ ഹരിക്ക് ഷോക്കേസ് നോട്ടീസും കൊടുത്തിട്ടുണ്ട്.